ഹായ് നമസ്കാരം. നിങ്ങളെ ഏവരെയും സൈലത്തിന്റെ SSC-RRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം പല ഷിഫ്റ്റുകളായിട്ട് നടന്നു വരികയാണ്. നമ്മളിൽ പലരുടെയും എക്സാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് പേരുടെ എക്സാം നടക്കാനായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരുപാട് കുട്ടികൾ വളരെ പ്രതീക്ഷയോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണ് ഈ RRB NTPC എന്ന് പറയുന്നത്. സത്യമല്ലേ? അപ്പോൾ ഈ പരീക്ഷ ഇനി നടക്കാനുള്ള ആളുകളുടെ മനസ്സിൽ പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. കാര്യം ഇതൊരു CBT എക്സാം ആണ്. ഒഫീഷ്യലി ക്വസ്റ്റ്യൻസ് വെളി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇതുവരെ നടന്ന പരീക്ഷകളിൽ ഏതൊക്കെയാണ് കൂടുതൽ വന്നത്, ക്വസ്റ്റ്യൻസ് പാടായിരുന്നു, എളുപ്പമായിരുന്നു, പിന്നെ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ വന്നത്, ഇനിയുള്ള സമയത്ത് ഞാൻ ഏതൊക്കെ ഏരിയകൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഇതൊക്കെ നമ്മളുടെ മൈൻഡിൽ ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് സ്വാഭാവികമായി. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പരീക്ഷ കഴിഞ്ഞ ആളുകളുടെ ഒരു അഭിപ്രായം വെച്ച് അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ കണ്ട ചോദ്യങ്ങൾ ഏത് രീതിയിലായിരുന്നു, അതായത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നത്, മനസ്സിലായോ? ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ വന്നത്. അപ്പോൾ അവർ എഴുതിയൊരു ഓർമ്മ വെച്ചിട്ട് ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നത്, ഇനിയുള്ളത് ഏതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം, ആ ഒരു സാധനം വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പരീക്ഷ എഴുതുന്നവർ ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം ഇതുവരെ പരീക്ഷ എഴുതിയ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവരുടെ ഒരു അഭിപ്രായം വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന എല്ലാം ഷോർട്ട് ഏരിയാസ് ആണ്. ഇനി അങ്ങോട്ട് പരീക്ഷ ഉള്ളവർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി ഈ ഒരു ഏരിയ ഒന്ന് നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. ഓരോ ടോപ്പിക്കിന്റെ കീഴിൽ നിന്നും ഓരോരുത്തരും പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വളരെ ഡീറ്റെയിൽ ആയി ഞാൻ ഇതിൽ പറയുന്നുണ്ട്, പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ QAയുടെ ഭാഗത്തു നിന്ന് വരുമ്പോഴത്തേക്കിന് പേഴ്സൻറ്റേജിൽ നിന്ന് 1 അല്ലേ 2 ചോദ്യം സ്ഥിരമായി കണ്ടു എന്ന് പറയുന്നുണ്ട്. 1 അല്ലേ 2 ചോദ്യം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് 2 ചോദ്യം കിട്ടും, ഡിസ്കൗണ്ട് 1 ചോദ്യം കിട്ടും. അപ്പോൾ പേഴ്സൻറ്റേജിൽ നിന്ന് 1 അല്ലേ 2 ചോദ്യം, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് 2 ചോദ്യം, ഡിസ്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഡിസ്കൗണ്ട് 1 ചോദ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പേഴ്സൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, ഒരു പരിധി വരെ ഇൻട്രസ്റ്റ്, ഇതൊക്കെ ഒരു കൺസെപ്റ്റ് അറിയുവാണെങ്കിൽ ആ കൺസെപ്റ്റിലൂന്നി വളരെ 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 നൈസായിട്ട് പേഴ്സൻറ്റേജിന്റെ ബാക്കിയായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഡിസ്കൗണ്ട്, ഇതൊക്കെ നമുക്ക് വളരെ കൺസെപ്റ്റ് നന്നായിട്ട് അറിയാമെങ്കിൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന 3 ടോപ്പിക്കുകളാണ് അല്ലേ? അപ്പൊ ഈ ഒരു 3 ടോപ്പിക്കും നിങ്ങൾക്ക് നിർബന്ധമായും അറിയാമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 4 ചോദ്യങ്ങളെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു മാറാനായിട്ട് ശ്രമിക്കുക. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ടൈം ആൻഡ് വർക്കിന്റെ ഭാഗം തന്നെയാണ് ഈ പൈപ്പ് ആൻഡ് ടാങ്ക് എന്ന് പറയുന്ന കാര്യം. ടൈം ആൻഡ് വർക്കിൽ മനുഷ്യൻ ചെയ്യുന്നു, പൈപ്പ് ആൻഡ് ടാങ്കിൽ പൈപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അതിൽ നിന്ന് 1 അല്ലേ 2 ചോദ്യം, ടൈം ആൻഡ് വർക്കോ പൈപ്പ് ആൻഡ് ടാങ്കിൽ നിന്നോ 1 അല്ലേ 2 ചോദ്യം നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. ഓൾജിബ്രയിൽ നിന്ന് 1 ചോദ്യം പ്രതീക്ഷിക്കാം. സിംപ്ലിഫിക്കേഷൻ ഇതുവരെ പരീക്ഷ കഴിഞ്ഞ് എല്ലാവരോടും ചോദിക്കുമ്പോൾ 2 അല്ലേ 3 ചോദ്യം സിംപ്ലിഫിക്കേഷന്റെ ഭാഗമായി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതൊന്ന് കാര്യമായി ഇതുവരെ നടന്ന പരീക്ഷകളിലെ എസ്പെഷ്യലി കഴിഞ്ഞ NTPC എക്സാമുകളിലൊക്കെ കണ്ട സിംപ്ലിഫിക്കേഷൻ ചോദ്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ചെയ്തു പോയി പരീക്ഷയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ റേഷ്യോ പ്രപ്പോർഷനിൽ നിന്ന് 1 ചോദ്യം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീൻ മീഡിയൻ മോഡ് ഒന്ന് നന്നായി നോക്കിക്കൊണ്ട് പോവുക. 2 ചോദ്യം ഇതിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. ആവറേജിന്റെ കുറച്ചുകൂടെ വലിയ കാര്യങ്ങളാണ് ഈ മീൻ മീഡിയൻ മോഡ് എന്ന് പറയുന്നത്. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് തന്നെയാണ്. അപ്പോൾ മീൻ എന്താണെന്ന് നന്നായിട്ട് പഠിക്കുക, മീഡിയൻ എന്താണെന്ന് പഠിക്കുക, അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പഠിക്കുക, മോഡ് എന്താണെന്ന് നന്നായിട്ട് പഠിക്കുക. ഇനി ഈ മീൻ മീഡിയൻ മോഡിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. 3 മീഡിയൻ ഈസ് ഈക്വൽ ടു 2 മീൻ പ്ലസ് മോഡ്. ആ ഇക്വേഷനും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒന്ന് നന്നായിട്ട് നോക്കിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതുവരെ നടന്ന എല്ലാ പരീക്ഷകളിലും ട്രിഗ്നോമെട്രിയുടെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ 1 അല്ല 2 ചോദ്യം വരാറുണ്ട്. അതിൽ ഹൈറ്റ്, ട്രിഗ്നോമെട്രിയുടെ തുടക്കമാണ് ഈ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം.
അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എല്ലാ പരീക്ഷകളിലും വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജോമെട്രിയുടെ കുറേ ചോദ്യങ്ങൾ വന്നു. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഇനി ജോമെട്രി പഠിക്കുന്നവര് നിർബന്ധമായും റോംബസ്, ട്രപ്പീസിയം, പാരലോഗ്രം ഇത് മൂന്നും ഒന്ന് കാര്യമായിട്ട് നോക്കിക്കൊണ്ട് പോവുക. മിക്കവാറും ഉള്ള ആളുകളൊക്കെ ആദ്യത്തെ ജോമെട്രിയുടെ ഭാഗങ്ങളൊക്കെ നോക്കും. പാരലോഗ്രം, റോംബസ്, ട്രപ്പീസിയം ഒക്കെ വരുമ്പോൾ അത് കുറച്ചല്ലേ ഉള്ളൂ എന്ന് കരുതി വിട്ടുകളയും. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ റോംബസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും ഒന്ന് കാര്യമായി അതിന്റെ കൺസെപ്റ്റ് നോക്കുക. ട്രപ്പീസിയം, റോംബസ്, പാരലോഗ്രം ഒന്ന് നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ മെൻസുറേഷന്റെ എല്ലാ ഇക്വേഷൻസ് ഒന്ന് നന്നായിട്ട് നോക്കി പോവുക. ഒന്നുകിൽ ജോമെട്രിയുടെ 1-2 ചോദ്യം, അല്ലെങ്കിൽ മെൻസുറേഷന്റെ 1-2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് QA ബേസ് ചെയ്ത് നമുക്കൊരു ഡീറ്റെയിൽ ആയി ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും ഓരോരുത്തരും പറഞ്ഞ ക്വസ്റ്റിന്റെ എണ്ണത്തിന്റെ ഒക്കെ ഒരു ഏകദേശ കണക്ക് എന്ന് പറയുന്നു. ഇനി റീസണിങ്ങിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ കോഡിംഗ്, ഡീകോഡിങ്ങിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. കുറഞ്ഞത് 5 അല്ലേ 6 ചോദ്യം കോഡിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അനലോഗി, സമാന ബന്ധം, ഇത് ഇങ്ങനെയാണ്, ഇതിങ്ങനെ, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഏരിയ. കഴിഞ്ഞ കുറെ NTPCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിലവിലുള്ളതെല്ലാം നോക്കുക. അതിലെല്ലാം വന്നിട്ടുള്ള റീസണിങ് ക്വസ്റ്റ്യൻ്റെ അകത്തൊക്കെ അനലോഗിയുടെ ചോദ്യങ്ങൾ തെരഞ്ഞു പിറക്കി ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് വലിയ എഫോർട്ടൊന്നും വേണ്ടാത്ത കാര്യമാണിത്. ഒരു 3 to 4 മാർക്കിന്റെ സാധനങ്ങൾ, അല്ലെ 3 to 4 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് 2 to 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സീരീസുമായി ബന്ധപ്പെട്ട് അതെന്തായാലും മസ്റ്റായിട്ടും കിട്ടും. 3 to 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സിറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്ന് 2 to 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ബ്ലഡ് റിലേഷനിൽ നിന്ന് ഒരു ചോദ്യം എന്തായാലും കിട്ടും. ആ ഒരു ചോദ്യം മോസ്റ്റ്ലി കോഡഡ് സാധനമായിരിക്കും. ഈ കോഡഡ് സാധനം എന്ന് പറയുമ്പോൾ A*B സമം എയുടെ അച്ഛനാണ് ബി, $C സമം ബിയുടെ ഭാര്യയാണ് സി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് കോഡഡ് ചെയ്ത് വരുന്ന സാധനം. അപ്പൊ അതൊന്ന്, അതിന്റെ കൺസെപ്റ്റ് ഒന്ന്, ഒരു 3-4 പ്രോബ്ലങ്ങളൊന്ന് ആ മോഡലിലുള്ളത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഒരു ചോദ്യം മോസ്റ്റ്ലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫിഗർ കൗണ്ടിങ്, എത്ര ട്രയാങ്കിൾ ഉണ്ട്, എത്ര സ്ക്വയർ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സാധനം ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഓർഡർ ഓർ പസിൽ 2 അല്ലേ 3 ചോദ്യങ്ങളുണ്ട്. സ്റ്റേറ്റ്മെന്റ് അസംഷൻ ഏറ്റവും കുറഞ്ഞത് 2 അല്ലേ 3 ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സിലോജിസവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഒന്നുകിൽ ഒരു കലണ്ടർ അല്ലെങ്കിൽ ഒരു ക്ലോക്ക്, രണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നിലവിൽ ഇതുവരെ നടന്ന പരീക്ഷകളിലൊക്കെ കാണുമ്പോൾ ഒന്നുകിൽ ഒരു കലണ്ടറിന്റെ ചോദ്യം അല്ലെങ്കിൽ ഒരു ക്ലോക്കിന്റെ ചോദ്യം കിട്ടാൻ, കലണ്ടർ ഓർ ക്ലോക്ക് ഒരു ചോദ്യം. റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ സിമ്പിളായ ടോപ്പിക്കാണ്, ഒരു ചോദ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. വെൻ ഡയഗ്രവുമായി ബന്ധപ്പെട്ട് 2 ചോദ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. വെൻ ഡയഗ്രവും സിലോജിസവും പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം വെൻ ഡയഗ്രം, അതിനുശേഷം സിലോജിസം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു 4-5 മാർക്കിന്റെ സ്കോപ്പ് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഡയറക്ഷൻ 2 ചോദ്യം എന്തായാലും കിട്ടും. ഡയസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാവരും കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കാര്യമാണത്, അതും ഒരു ചോദ്യം എന്തായാലും കിട്ടും. ഇതാണ് റീസണിങ്ങിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ട് പോകേണ്ട ഏരിയ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് നിലവിലുള്ള പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നു എന്ന് പറയുന്നത്. ഇനി GAയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ, ജനറൽ അവയർനെസിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ, ഹിസ്റ്ററിയിൽ നിന്ന് 4 അല്ലെങ്കിൽ 5 മാർക്കിന്റെ ചോദ്യങ്ങൾ, 4 അല്ലെങ്കിൽ 5 ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ട്. ഇനി ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായി നോക്കിക്കൊണ്ട് പോകേണ്ട, നിർബന്ധമായും നോക്കിക്കൊണ്ട് പോകേണ്ട ഏരിയ എന്ന് പറയുന്നത് 1857 റിവോൾട്ട് ഓഫ് 1857. ഓക്കെ, ഗുപ്ത ഡൈനാസ്റ്റി, മുഗൾ ഡൈനാസ്റ്റി, ഈ 3 കാര്യങ്ങൾ ഒന്ന് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ പരീക്ഷകളിലൊക്കെ കണ്ട ട്രെൻഡാണ് റിവോൾട്ട് ഓഫ് 1857, അതുപോലെ തന്നെ ഗുപ്ത ഡൈനാസ്റ്റി, മുഗൾ ഡൈനാസ്റ്റി. ഇനി നമ്മുടെ പൊളിറ്റിയുടെ ഭാഗത്തുനിന്ന് 4 അല്ലെങ്കിൽ 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പൊളിറ്റിയുടെ ഭാഗത്തുനിന്ന്. അപ്പൊ ഈ പൊളിറ്റിയുടെ ഭാഗം എന്ന് പറയുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ട് പോകേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ കുറെ ആർട്ടിക്കിൾ അത്യാവശ്യം നന്നായിട്ട് നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ആർട്ടിക്കിളും അതിൽ 19, 40, 44, 21A, 12A, 148, 243
ഈ ഇത്ര ആർട്ടിക്കിൾ ഏറ്റവും കുറഞ്ഞ പക്ഷം എന്താണ് എന്ന് ഒന്ന് നോക്കിയിട്ട് പോയാൽ നല്ലതായിരിക്കും, നോട്ട് ചെയ്ത് വെച്ചോളുക. പിന്നെയുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് റിട്ടുകൾ ഒന്ന് നോക്കുക. അതിന്റെ ഭാഗമായിട്ട് വരുന്ന 226 ആർട്ടിക്കിൾ കുറച്ച് കാര്യമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്സ് എന്താണെന്ന് ഒന്ന് നന്നായിട്ട് നോക്കി പോവുക. പിന്നെയുള്ളത് ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP ഒന്ന് നന്നായിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്ന് നന്നായിട്ട് നോക്കിക്കൊണ്ട് പോവുക. പ്രസിഡന്റ്, പാർലമെന്റ്, ഇത്രയും ഭാഗങ്ങൾ പൊളിറ്റിയുടെ ഭാഗത്തുനിന്ന് നല്ല വിശദമായിട്ട് നോക്കി പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക ഇനി പരീക്ഷ ഉള്ളവർ. ഇനി നമ്മുടെ ജോഗ്രഫിയുടെ ഭാഗത്തുനിന്ന് 2 അല്ലെങ്കിൽ 3 ചോദ്യം ഇതുവരെയുള്ള പരീക്ഷകളിലെല്ലാം വന്നിട്ടുണ്ട്. ഇനി ജോഗ്രഫിയുടെ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് റിവേഴ്സിനെ കുറിച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് നോക്കി പോവുക. പിന്നെ കോസ്റ്റൽ ലൈൻസ്, അതിൻ്റെ ലെങ്ത്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് അത്യാവശ്യമായിട്ട് നോക്കി പോവുക. അതുപോലെ തന്നെ ഫിസിക്കൽ ഡിവിഷൻ ഒന്ന് നന്നായിട്ട് നോക്കുക. ജോഗ്രഫിയുടെ ഭാഗത്തുനിന്ന് ഇത്രയും ഭാഗം ഒന്ന് കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കി പോവുക. ജോഗ്രഫിയിൽ നിന്ന് ഇതുവരെ 2 അല്ലെങ്കിൽ 3 ചോദ്യം നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. സയൻസിൽ നിന്ന് 8 അല്ലെങ്കിൽ 9 ചോദ്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ പ്രതീക്ഷിക്കണം. സയൻസിന്റെ ഭാഗത്ത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് തോന്നിയിട്ടുള്ള ഏരിയകൾ, ബയോളജിയുടെ ഭാഗത്തുനിന്ന് ഡിസീസ് നന്നായി നോക്കി പോവുക, സെല്ല് നന്നായി നോക്കി പോവുക, ആനിമൽ കിങ്ഡം നന്നായിട്ട് നോക്കുക. ഇനി കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫിന്റെ ഏരിയയിൽ നിന്നാണ്. പീരിയോഡിക് ടേബിളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഫിസിക്സിന്റെ ഭാഗത്തു നിന്ന് സ്പീഡ് ആൻഡ് വെലോസിറ്റി അത്യാവശ്യം നന്നായി നോക്കുക. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, കണക്കുകൾ നന്നായിട്ട് പഠിക്കുക, ന്യൂട്ടൺ ലോസ് നന്നായി നോക്കുക, എനർജി ഒന്ന് നന്നായി നോക്കി പോവുക. ഇത്രയുമാണ് സയൻസിന്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ, കൂടുതലും ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയകൾ. സയൻസിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് 8 അല്ലെങ്കിൽ 9 ചോദ്യം ഉറപ്പായും പ്രതീക്ഷിക്കാം. പിന്നെ എക്കണോമിക്സിന്റെ ഭാഗത്തുനിന്ന് 1 അല്ലെങ്കിൽ 2 ചോദ്യം, ഏറ്റവും കുറഞ്ഞത് 1 അല്ലെങ്കിൽ ഒരു 2 ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയകൾ എന്ന് പറയുന്ന ഒന്ന് ബഡ്ജറ്റാണ്, പിന്നെ എക്കണോമിക് സർവേ, അൺഎംപ്ലോയ്മെന്റ്. ഈ 3 കാര്യങ്ങൾ കുറച്ച് കാര്യമായി നോക്കിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് 4 അല്ലെങ്കിൽ 5, 4 to 5, 4 അല്ലെങ്കിൽ 5 ചോദ്യങ്ങൾ മിക്കവാറും പരീക്ഷകളിലൊക്കെ എഴുതിയ ആളുകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടറും കറണ്ട് അഫയേഴ്സിന്റെയും ഒരു അതിപ്രസരം മിക്കവാറും പരീക്ഷകളൊക്കെ എഴുതിയ ആളുകൾ പറയുന്നുണ്ട്, മിക്കവാറും ഷിഫ്റ്റിലെ ആളുകൾ പറയുന്നുണ്ട്. കമ്പ്യൂട്ടറും ഒന്ന് അത്യാവശ്യം നന്നായി നോക്കിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സും അത്യാവശ്യം നന്നായി നോക്കിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക. കമ്പ്യൂട്ടറിൽ നിന്ന് 4 അല്ലെങ്കിൽ ഒരു 5 ചോദ്യം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കറണ്ട് അഫയേഴ്സിൽ നിന്ന് 9 അല്ലെങ്കിൽ ഒരു 10 ചോദ്യം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടറിന്റെ ഭാഗത്തുനിന്ന് നിർബന്ധമായും നിങ്ങൾ നോക്കേണ്ടത് പല വേർഡിന്റെ അല്ലെങ്കിൽ പലതിൻ്റെ ഫുൾ ഫോമുകൾ നന്നായിട്ടൊന്ന് നോക്കുക. അതുപോലെ തന്നെ പലതിൻ്റെ ഷോർട്ട് കട്ട് കീസ് നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ MS ഓഫീസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നന്നായിട്ട് നോക്കുക. ഇന്റർനെറ്റ് നന്നായിട്ട് നോക്കുക. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ നന്നായിട്ട് നോക്കുക. ഇത്രയും ഒന്ന് അത്യാവശ്യം നോക്കിപ്പോയാൽ ഏറ്റവും കുറഞ്ഞതൊരു 4 അല്ലെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ പരീക്ഷ എഴുതി എല്ലാവരും ഇത് പറയുന്നുമുണ്ട്. പിന്നെ CAയുടെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയി നോക്കിക്കൊണ്ട് പോകേണ്ടത് ഒന്ന് ഇൻഡെക്സ് ആൻഡ് റാങ്കിങ്, നമ്മുടെ സ്പേസ് പ്രോഗ്രാമിങ്, ഗവൺമെൻറ് സ്കീംസ്, ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട IPL, കഴിഞ്ഞ വേൾഡ് കപ്പ്, കഴിഞ്ഞ 1 ഡേ വേൾഡ് കപ്പാണ് പറയുന്നത്, അതുപോലെ കഴിഞ്ഞ 2020 വേൾഡ് കപ്പ്, ഇതൊക്കെ നന്നായിട്ടൊന്ന് നോക്കുക. പിന്നെ ഓരോ CMഉം ഗവൺമെൻറ്റും ഒന്ന് നന്നായിട്ട് നോക്കിക്കൊണ്ട് പോവുക. നടന്നിട്ടുള്ള കോൺഫറൻസും മീറ്റിങ്ങും ഒക്കെ നന്നായിട്ട് നോക്കുക. ഇതാണ് CAയുടെ ഭാഗത്തുനിന്ന് കൂടുതലും ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്നും ഒഴിവാക്കരുത്. ഇനിയുള്ള സമയത്ത് ഏറ്റവും നന്നായി നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ സ്റ്റാറ്റിക് GKയുടെ ഭാഗമായിട്ട് എന്തായാലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാ SSC RRB പരീക്ഷകളിൽ വരാറുണ്ട്. അതിൽ ടെമ്പിൾസ്, മോസ്ക്, മൊണാസ്റ്ററീസ് എന്തായാലും ഒഴിവാക്കരുത്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അതെന്തായാലും പരീക്ഷയുടെ തലേദിവസമെങ്കിലും നോക്കി വിടുക. എൻവയോൺമെന്റ് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ നോക്കുക, ആർട്ട് ആൻഡ് കൾച്ചറിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുക, സ്പോർട്സിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ.
നിങ്ങൾ SSC RRB പരീക്ഷകൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വായിച്ച് വിടുന്നതാണ്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ ഒന്ന് പരീക്ഷയുടെ തലേദിവസം ഒന്ന് പൊടി തട്ടി നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരോടും നമുക്ക് പറയാനായിട്ടുള്ളത്. ഈ ഏരിയകളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഏരിയയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നാൽ ഒരു രീതിയിലും മിസ്സാക്കാത്ത രീതിയിൽ പഠിച്ചു മാറാനായിട്ട് ശ്രമിക്കുക. ഇനി എനിക്ക് പറയാനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ RRB NTPCയുടെ CBT 2-ന് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് ഈ വരുന്ന ജൂലൈ 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് CBT 2-ന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഓൾറെഡി നമ്മുടെ ആപ്പിൽ ഈ ബാച്ച് ലോഞ്ച് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ പൂർണ്ണമായും എൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഒരു ബാച്ചായിരിക്കും RRB NTPCയുടെ CBT 2-ന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച്. അതുപോലെ തന്നെ ഇനി ഒരു ലോങ് ടേം ആയിട്ട് RRB NTPC അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക്, RRBയുടെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ വരുന്ന ജൂലൈ 16-ാം തീയതി ഒരു ലോങ് ടേം RRB NTPC ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജൂലൈ 16-ാം തീയതി നമ്മൾ അതിൽ സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്സുകൾ. 450 മണിക്കൂറോളം എല്ലാ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് 2, മാക്സിമം 4 വരെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. 5 to 6, ആഴ്ചയിൽ 5 അല്ലെ 6 ദിവസം വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. 3999 രൂപയാണ് ഈ ഒരു ബാച്ചിന്റെ ഫീസായിട്ട് വരുന്നത്. ലോങ് ടൈമായി ഇനി ഏത് റെയിൽവേ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഈ ഒരു ലോങ് ടൈം ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. തീർച്ചയായും ഈ പറയുന്ന പോലെ വളരെ ബേസിക് ആയിട്ട് വളരെ ബേസ് മുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന് റെയിൽവേയുടെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് നിങ്ങളെ സജ്ജരാക്കുന്ന കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ കൃത്യമായി പരീക്ഷ എഴുതിപ്പിച്ച് കൃത്യമായി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യിപ്പിച്ച് കൃത്യമായി ഒരാഴ്ചയിൽ പഠിക്കുന്ന വീക്ക്ലി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന 2 ബാച്ചുകളാണ്. ഒന്ന് NTPC വേണ്ടിയിട്ടുള്ള ലോങ് ടൈം ബാച്ച്, അതുപോലെ തന്നെ CBT 2-ന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ച്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു ക്ലാസ്സിൽ കാണാം.